നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഹോം ടൂറുമായിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന കണ്ടംപററി സ്റ്റൈല് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഡിസൈൻ പോലെ തന്നെ ലാൻഡ്സ്കേപ്പും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെബിൾസ് ആണ്. ഈ ഒരു ഭാഗം മുഴുവൻ ഒരു ലോൺ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മുഴുവൻ പെബിൾസ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ നമ്മുടെ മുറ്റത്തേക്ക് വരികയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ടൈൽസ് ആണ്. ഇൻ്റർലോക്ക് വിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡയഗണൽ പാറ്റേണിലാണ് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേയിങ് ആണ് ഇൻ്റർലോക്കിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നാച്ചുറൽ ഗ്രാസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനോട് ചേർന്നതാ ഈ ഭാഗത്താണ് ഈ വീടിൻ്റെ കാർ പോർച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 കാറുകൾക്കും ഒരു ബൈക്കിനും ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൈസ് പറയുകയാണെങ്കിൽ ഒരു 7 മീറ്റർ ആണ് കാർ പോർച്ചിൻ്റെ ലെങ്ത് വരുന്നത്. 4 മീറ്റർ ആണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കാർ പോർച്ചിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു റൗണ്ട് പില്ലർ നൽകിയിരിക്കുന്നു. ആ ഭാഗത്ത് ഒരു ഷിയർ വാള് പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രിൽ പാറ്റേണുകൾ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ പക്ക ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ റെയിനി സീസണിൽ ഇത്തരത്തിലുള്ള വീടുകൾ സർവൈവ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവും. ഈ വീടിൻ്റെ ഔട്ട്സൈഡ് വാളുകളൊക്കെ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീടിൻ്റെ വാളിന് ശേഷം, അതായത് പ്രൈമറി വാളിന് ശേഷം മറ്റൊരു വാള് കൂടെ കൊടുത്ത് അതിന് മുകളിലാണ് നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു ക്ലാഡിംഗ് പാറ്റേൺസ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ കാണുന്ന ലൈൻസ്, അതാണ് ഈ വീടിൻ്റെ ആംബിയൻസിൽ നല്ല രീതിയിലുള്ള ആ ഒരു എൻഹാൻസ്മെൻറ്റ് നൽകുന്നത്. ആ ലൈൻസ് എല്ലാം ബ്ലാക്ക് സ്പേസേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. മുകളിൽ നിന്ന് വെള്ളം അരിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിൽ ഒരു പ്രൊജക്ഷൻ പുറത്തോട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടുള്ള ഗ്രിൽ പാറ്റേൺസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് പുറത്തോട്ട് ഒരു പ്രൊജക്ഷൻ നൽകിയിട്ട് 2 മെറ്റൽ പില്ലേഴ്സ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടും ഇൻറ്റീരിയറൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വീട് മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് ഇത് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. കണ്ണൂരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ലിവിൻ ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ വീടിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസ്. ഒരു ബ്രൗൺ ടൈപ്പ് വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ്. സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന മാറ്റ് ഫിനിഷ് ഫർണിച്ചേഴ്സാണ് നൽകിയിരിക്കുന്നത്. 3 ചെയറും അതിൻ്റെ ടേബിളും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഓപ്പണിങ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വലിയ വിൻഡോസും വലിയ ഡോറുകളുമാണ് ഈ വീട്ടിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഫ്രണ്ട് ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഹൈറ്റിൽ വരുന്നൊരു ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നു. ലിൻഡൽ ഹൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് 8 അടിയാണ്. 8 അടി 2.40 ലിൻഡൽ ഹൈറ്റ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫിക്സഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. സിസ്റ്റം വിൻഡോസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വിൻഡോ ആ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇനി വീടിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻറ്റീരിയർ കാണുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ട ഒരാളുണ്ട്. ഒരു എംപ്റ്റി സ്പേസ് ആയിരുന്ന ഈ ഭാഗം ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ആർക്കിടെക്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. ഹായ്. ഇവരുടെ ഫേമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് മുതൽ ഇതിൻ്റെ എക്സിക്യൂഷൻ വരെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി നൽകിയിരിക്കുന്നത് അല്ലേ? സാറിൻ്റെ പേരും ഫേമിൻ്റെ പേരും ഒക്കെ ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് ആർക്കിടെക്ട് ലിജു. ഫേമിൻ്റെ നെയിം ലിവിൻ ആർക്കിടെക്ട്സ്. കണ്ണൂരും കോഴിക്കോടുമായിട്ട് ഞങ്ങൾ ഫേം ഒരു പാർട്ട്ണർഷിപ്പിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതെ, ഞാൻ ലിജു ആണ്. എൻ്റെ പാർട്ട്ണർ വിപിൻ കാലിക്കറ്റിലാണ്. കാലിക്കറ്റ് ഓഫീസ് വിപിനാണ്. യെസ്. ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്റ്റിന്റെ കൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ലയന്റിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് കണ്ടാൽ അറിയാം ഒരുപാട് ആർക്കിടെക്ചറൽ എലമെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീട് കൂടിയാണ്. സാധാരണ ഒരു വീട്ടിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ ക്ലയന്റ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അതെ, ആക്ച്വലി ഒരു ആർക്കിടെക്ചർ സംബന്ധിച്ചിട്ട് ഒരു ഡ്രീം ഹോം എന്ന് പറയുന്നത് അത് ക്ലയന്റിൻ്റെയും കൂടെ ഡ്രീം ഇതിലേക്ക് വരുമ്പോഴാണ്. ശരിയാണ്. അപ്പം ഞങ്ങളുടെ ഡ്രീമും അതെ ആ ഡ്രീം അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ക്ലയൻറ്റും, അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ സക്സസ്. ശരിക്കും ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന സ്പേസസ് അതേപോലെ ഉൾക്കൊണ്ട് അതിവിടെ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് അതിലെ സത്യം. അതെ,
ശരിക്കും ഒരു വീടിന്റെ കൺസെപ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് വേണേൽ നമുക്ക് കാണാൻ പറ്റും. ടോളായിട്ട് വലിയ പില്ലേഴ്സ് ഒക്കെ വരുന്നത്. സാധാരണ നമ്മൾ ഇത്തരം പില്ലേഴ്സ് വീട്ടിലധികം കാണാറില്ല, ഇത്രയും ടോളായിട്ടുള്ള ഓപ്പൺ സ്പേസ് കാണാറില്ല. അപ്പൊ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്താണ് ഒരു കൺസെപ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു. പലപ്പോഴും നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ അത് മാറിക്കൊണ്ട് വരികയാണ്. വളരെ കൺസർവേറ്റീവ് ആയിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാം നമ്മൾക്കുള്ളിൽ തന്നെ, വീടിന്റെ ഉള്ളും ഒക്കെ. അപ്പൊ ഞങ്ങള് ഈ ഒരു പലരും ഭയപ്പെട്ടിരുന്നത് പ്രൈവസി, അങ്ങനത്തെ ഇഷ്യൂസ്, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സൈറ്റിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു, പുറത്തുനിന്ന് നോക്കുമ്പം അതൊരു ഒരു പ്രൈവസി ആയിരിക്കണം, പക്ഷെ നേരെ മറിച്ച് വീടിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു തുറന്ന മനസ്സോടുകൂടി വീട്ടിൽ വരുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുക എന്നുള്ള അതേ പോളിസി തന്നെയാണ്. നമ്മൾ ഈ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് വരുന്ന സമയത്ത് ഫുള്ളി ഓപ്പൺ ആണ്. ഇവിടെ ശരിക്കും ഒരു വാളില്ല, ഒരു കർട്ടൻ വാളാണ് മൊത്തത്തിൽ അല്ലേ, മൊത്തത്തിലൊരു ഗ്ലാസ് വാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പം സാറിന്റെ പൊതുവേ സാറിന്റെ വർക്കുകൾ കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലല്ലേ ചെയ്യുന്നത്? ഓക്കെ, ഞങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് വർക്ക്സും ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചർ, ഇന്റീരിയർ, റെസിഡൻസ്, അതേപോലെ തന്നെ കമേഴ്ഷ്യൽ, എല്ലാ ടൈപ്പ് ഓഫ് പ്രോജക്ട്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സോ തുടക്കത്തിലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ ഹൈറ്റ് ഉള്ളൊരു സ്പേസ് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിന് നൽകിയിരിക്കുന്നത്. സാധാരണ ഒരു വീട് 10 അടി ഹൈറ്റ് ആണെങ്കിൽ ഒരു 25 അടി ഹൈറ്റിലാണ് ഈ വീടിൻ്റെ റൂഫ് നിൽക്കുന്നത്. ലിവിങ് സ്പേസും കോർട്ട്യാർഡും ഡൈനിങ് സ്പേസും ഒക്കെ ആ ഒരു വലിയ ഹൈറ്റുള്ള സ്പേസിൽ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ഓപ്പൺ സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാള് മുഴുവനായിട്ട് ഗ്ലാസ് വാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ലൈഡിംഗ് വിൻഡോസ്, സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ സ്ലൈഡിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മൾ ഈ സ്ലൈഡിംഗ് ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു ലക്ഷറി എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളൊരു ലക്ഷറി കാറിലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഡോറൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത്നെസ് ലഭിക്കില്ലേ, ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം വിൻഡോസിൽ ലഭിക്കും. ഒരു കോർട്ട്യാർഡ് സ്പേസ് ഔട്ട്സൈഡിൽ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്രീൻ സ്പേസ് കാണാൻ സാധിക്കും. മുഴുവൻ ഗ്രാസ് നൽകിയിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അതിൽ തന്നെ ചിക്കുമരം കാണാം. ആ ഭാഗത്ത് നിറയെ കാഴ്ചകളുള്ള നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. രാത്രി ആയി കഴിഞ്ഞാലും രാവിലെ ആണെങ്കിലും ഒക്കെ ഒരേപോലെ നല്ല ആംബിയൻസ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം. നേരെ നമ്മൾ ലിവിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഇവിടെയും വലിയൊരു ഗ്ലാസ് വാളാണ് കാണാൻ സാധിക്കുക. അവിടെ ഒരു ഓഫീസ് നൽകിയിട്ടുണ്ട്. പുറത്തു നിന്ന് നമുക്ക് ഓഫീസിലേക്ക് ആക്സസ് ലഭിക്കും. അതിനുള്ള സ്പേസ് ആണ് പാസേജ് വേ ആയിട്ട് നിങ്ങൾ കാണുന്നത്. ഇവിടെയും നമുക്കിത് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് ഓഫീസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നേരെ നമ്മൾ മുമ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നത് കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. നല്ലൊരു ആർക്കിടെക്റ്റിനെ നമ്മുടെ വീടിൻ്റെ ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വീടിന് തന്നെ ഒരു ലൈഫ് ഉണ്ടാവും എന്നാണ് പറയാം. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൈഫ് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിനും ലിവിങ്ങിനും ഇടയിൽ വരുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസിലാണ്. നിറയെ പെബിൾസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വൈറ്റ് പെബിൾസ്, ഇവിടേക്ക് വരുന്ന സമയത്ത് ഫ്ലെയിംഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് പെബിൾസ് നൽകിയിരിക്കുന്നു. ഇതിനിടയിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് പാർട്ടീഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ കോമൺ സ്പേസിൽ തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇവിടെ വിൻഡോ നൽകിയിരിക്കുന്ന ഒരു സ്റ്റൈൽ നോക്കുക. സാധാരണ നമ്മൾ വാളിൽ കൊടുക്കുന്നതിന് പകരം സിൽ ലെവലിലാണ് ഇവിടെ ആ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത്. സിൽ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോർ മുതൽ സാധാരണ നമ്മൾ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെയുള്ള ആ ഭാഗത്ത് ഇവിടെ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയൊരു ബീം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വിൻഡോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നമുക്കൊന്ന് കാണാം. വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ടോപ്പാണ് ഡൈനിങ് ടേബിളിന് നൽകിയിരിക്കുന്നത്. ഒരു മാർബിൾ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ കുഷൻ കവേർഡ് ആയിട്ടുള്ള 8 ചെയറുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയും ഫ്ലൂട്ടഡ് ഗ്ലാസ് കാണാം. സെയിം ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ പാറ്റേൺ ഈ ഒരു പാർട്ടീഷനിൽ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ബോർഡർ നൽകിയിരിക്കുന്ന മിററിന് ആ ഒരു സെയിം ബ്ലാക്ക് തന്നെ ഇതിൻ്റെ ഫിറ്റിംഗ്സിലേക്കും വാഷ് ബേസിലേക്കും ഡിസ്പെൻസറിലേക്കും ഒക്കെ നൽകിയിരിക്കുന്നു. കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് ബ്ലൂ കളറിൽ വരുന്ന ടൈലാണ്.
ബെഡ്റൂമുകളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യം കാണാം. സിമ്പിളായിട്ടാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലാട്ടോ ബെഡ്റൂമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 14 അടിയാണ് നീളം വരുന്നത്, 14 അടിയാണ് വീതിയും വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും സെയിം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ബെഡ്റൂമിനും കോമൺ സ്പേസിനൊക്കെ ഒരൊറ്റ ടൈല് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ടൈല് നമുക്ക് വേസ്റ്റേജ് ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. സോളിഡ് വുഡിൽ വരുന്നൊരു മരക്കട്ടിൽ സിമ്പിളായിട്ട് കിങ് സൈസിൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ലൈറ്റ് ബെഡ്റൂമിലേക്ക് ലഭിക്കും. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ്, ഒരു സ്റ്റഡി ടേബിൾ പോലെ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു വിൻഡോ വരുന്നുണ്ട്. വാർഡ്രോബ് സ്പേസും ബാത്റൂമും സെപ്പറേറ്റ് ഒരു ഭാഗത്തേക്കാണ് നൽകിയിരിക്കുന്നത്. അത് ഈ ഭാഗത്താണ്. ഇവിടെ ഇങ്ങനെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്കിലാണ് മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഗ്രേ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബാത്റൂമിലും ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ട് ഒരേ സമയം നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് കൂടെ നൽകിയിരിക്കുകയാണ്. 3 ഭാഗവും വാള് വെച്ച് കവർ ചെയ്ത് വളരെ സേഫ് ആയിട്ടാണ് ആ ഒരു ഭാഗം പണിതിരിക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് കുളിക്കുന്ന സമയത്തൊക്കെ കുറച്ച് നേരം ഫ്രഷ് എയറിലേക്ക് ഇറങ്ങി നിൽക്കണമെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. സെയിം റൂം സൈസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 14 അടി നീളം 14 അടി വീതിയുമാണ് വരുന്നത്. കട്ടിലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് ബോർഡിൽ ചെറിയ മാറ്റങ്ങൾ കാണാം. ഒരു സോളിഡ് വുഡിൻ്റെ ഹെഡ് ബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിങ് സൈസ് കട്ടിലാണ്. ബ്ലൂ കളർ തീമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓരോ ബെഡ്റൂമിനും ഓരോ കളർ തീമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം നമ്മൾ കണ്ടത് ഒരു റെഡ് ഷെയ്ഡായിരുന്നു. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ റൂമിലത്തെയും സീലിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്ററിങ് ചെയ്യാതെ തേക്കാത്ത സീലിങ്ങുകൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മോഡേൺ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ ഒരു സീലിംഗ് മെത്തേഡാണ് എക്സ്പോസ്ഡ് സീലിംഗ് എന്ന് പറയുന്നത്. വിൻഡോസ് ഒക്കെ സിമിലർ പാറ്റേണിൽ നൽകിയിരിക്കുന്നു. ഇവിടെ കുറച്ചുകൂടെ വലിയ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് സ്പേസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് വാർഡ്രോബ്. അക്രിലിക് ആണ് വാർഡ്രോബിൻ്റെ ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്ത് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്, മൂന്നാമത്, 4ാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ ലാൻഡിങ് വരുന്നത്. അതിനുശേഷം നേരെ ഇങ്ങനെ അപ്സ്റ്റെയറിലേക്ക് സ്ട്രെയിറ്റ് സ്റ്റെപ്പുകൾ പോവുകയാണ്. ഹാൻഡ് റെയിലിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള റോഡുകളാണ്, മെറ്റൽ റോഡുകളാണിത്. ഇതിനെ സ്ട്രിങ്ങുകൾ എന്നാണ് വിളിക്കുക. ആ ഒരു സ്ട്രിങ് ഹാൻഡ് റെയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ, വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ കണ്ടിരുന്നു, ഒരു ഗ്രില്ലിൻ്റെ സ്റ്റൈല്. അതേ ഒരു പാറ്റേൺ ഇവിടെയും കൊണ്ടുവരാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ വാളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഓവർ ഡെക്കറേഷൻ വർക്കുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു മിനിമൽ സ്റ്റൈലിലാണ് വീട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വളരെ ചെറിയ എലമെൻസുകൾ മാത്രമേ വാളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പൊസിഷൻ കൊണ്ട് തന്നെ ആ ഒരു സ്പേസ് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ ആർക്കിടെക്റ്റുകൾക്ക് കഴിയുന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ്. സിമെൻറ്റ് ഗ്രേ ടെക്സ്ചറുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6x4 സൈസാണ് അതിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ചെറിയ TV യൂണിറ്റും ഇതേപോലെ ഒരു ഷെൽഫുമാണ് നൽകിയിരിക്കുന്നത്. ഷെൽഫൊക്കെ വളരെ സ്ലിം ആയിട്ടുള്ള ആ ഒരു ഗ്രിഡ് പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു അപ്പർ ലിവിങ് സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഭാഗം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഔട്ട്സൈഡിലേക്ക് നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. ഇവിടെയും സിസ്റ്റം വിൻഡോസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഇതേപോലെ ഒരു കസ്റ്റം സൈസിൽ ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. സെയിം ക്ലോത്ത് പാറ്റേൺസ് ആണ് സോഫ സീറ്ററിനൊക്കെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്ന വലിയ ഷാൻലിയർ ലൈറ്റ്, മോഡേൺ ഷാൻലിയർ ലൈറ്റുകളൊക്കെ ശരിക്ക് കാണാൻ സാധിക്കും. അപ്സ്റ്റെയറിൽ ഇങ്ങനെ ഒരു ലോങ് പാസേജ് ആണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്, രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. നമുക്ക് ഈ ബെഡ്റൂം ഡിസൈൻ ഒന്ന് കാണാം. അപ്സ്റ്റെയർത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് കാണാം. റൂം സൈസ് പറയുകയാണെങ്കിൽ 14 അടി നീളം 14 അടി വീതിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മീറ്ററിൽ പറയുകയാണെങ്കിൽ 4.2 മീറ്റർ ലെങ്ത്, 4.2 മീറ്റർ വിഡ്ത്തും വരുന്ന ഒരു ബെഡ്റൂമാണിത്. കിങ് സൈസിലാണ് ബെഡ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഔട്ട്സൈഡിലേക്ക് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഇതേ രീതിയിലെ സിസ്റ്റം വിൻഡോസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെയർ നൽകിയിട്ടുണ്ട്. വാർഡ്രോബിന് സെപ്പറേറ്റ് ഒരു സ്പേസ് ഇങ്ങോട്ട് നൽകി
നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ആണ് വാർഡ്രോബിന് ഡോറ് നൽകിയിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ലാമിനേറ്റ് ആണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബാംബു ടൈപ്പിൽ വരുന്ന തരം ലാമിനേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടെക്സ്ചർ വാർഡ്രോബിൽ കാണാറില്ലാത്തതാണ്. ബാക്കിൽ വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ടൈലിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ ചെറിയ ഡാഡോ ടൈലും പ്ലെയിൻ വിട്രിഫൈഡ് ടൈലും മാറ്റ് ഫിനിഷ് ടൈലൊക്കെ നൽകിയിട്ടുണ്ട്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ ഗ്ലാസ് സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അത് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഫേർണിഷിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തിരിച്ച് നമുക്ക് ഡൗൺ സ്റ്റെയറിലേക്ക് തന്നെ പോവാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. പറയാനുള്ള കാരണം ഇവിടെ ചെയ്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ബ്രാൻഡഡ് കിച്ചണാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം ഏഷ്യൻ പെയിൻറ്റിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കിച്ചൺസ് ആണിത്. ഇതിനകത്ത് വരുന്ന ആക്സറീസ് ആണെങ്കിലും, കിച്ചൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കാണുന്ന ഈ തരത്തിലുള്ള ആക്സറീസ് ആണെങ്കിലും ഒക്കെ ഇതിന് ഏഷ്യൻ പെയിൻറ്റിൻ്റെ വാറണ്ടി വരുന്നതാണ്. ഈ പ്രൊഡക്റ്റുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇത് നോക്കിപ്പം ഏഷ്യൻ പെയിൻറ്റിൻ്റെ തന്നെ ഹുഡാണ് ഈ കാണുന്നത്, ചിമ്മിനി എന്ന് പറയുന്ന ഭാഗം. ഇത് നമുക്ക് ഏഷ്യൻ പെയിന്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്രിലിക് ഫിനിഷ് ആണ്. ഇതേപോലെ ലാമിനേറ്റ്, PU, ഗ്ലാസ് ഇതൊക്കെ നമുക്ക് ആ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആയിരിക്കും. ഈ വീട്ടിൽ ആ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ടൈലാണ് നമ്മൾ വാഷ് ഏരിയയിൽ കണ്ടിട്ടുള്ളത്. ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന ടൈലാണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സാറ്റിൻ ഫിനിഷാണ്. മാറ്റും അല്ല, ഗ്ലോസി അല്ല. തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബേബി ടച്ച് ഫീൽ കിട്ടുന്ന ഒരു സാറ്റിൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഇതേപോലെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിലാണ് ഓവനും OTG ഒക്കെ നൽകിയിട്ടുള്ളത്. സിങ്കിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗമാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കോർട്ട്യാർഡ് സ്പേസിലേക്ക് നല്ല വിസിബിലിറ്റി ലഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർമൽ കിച്ചണിലാണ്. ഇതുപോലെ തന്നെ വർക്ക് ഏരിയ നല്ല വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലൂ പ്ലസ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് ഒരു ബ്രൗൺ ആണ് നൽകിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതും ഏഷ്യൻ പെയിന്റിൻ്റെ തന്നെ കിച്ചണാണ്. മോൾ അപ്പർ ക്യാബിനറ്റിലേക്ക് വരുന്ന സമയത്തും ഒരു മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹുഡ് ആൻഡ് ഹോബ് എല്ലാം ഏഷ്യൻ പെയിന്റിന്റെ തന്നെ കൊടുത്തിരിക്കുന്നു. ഗ്രേ ഫിനിഷ് ആണ് വാളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ഓപ്പൺ നിഷുകൾ നൽകിയിട്ട് അതിനകത്ത് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. അറേഞ്ച്മെന്റ്സ് പറയുകയാണെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സിറ്റിലേക്കുള്ള ഒരു ഡോറ് നൽകിയിരിക്കുന്നു. കണ്ണൂർ സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് വർക്ക് ഏരിയനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം, കുളിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ നൽകും. അത്തരത്തിലുള്ള ഒരു ബാത്റൂം സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ലിവിൻ ആർക്കിടെക്ട്സ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആർക്കിടെക്ചറൽ പ്രൊജക്റ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നല്ലൊരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആർക്കിടെക്റ്റിനെ വിളിക്കാവുന്നതാണ്. ഈ ഒരു പ്രൊഫഷനിൽ നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ആർക്കിടെക്ചറൽ ഫേം ആണ് ലിവിൻ ആർക്കിടെക്ചറൽ ഫേംസ്. റെസിഡൻഷ്യൽ ആയാലും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളായാലും അവരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷനും ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. കഴിഞ്ഞ 10 വർഷമായിട്ട് ആർക്കിടെക്ചറൽ രംഗത്ത് പേര് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലിവിങ് ആർക്കിടെക്ട്സ്. സോ താല്പര്യം ആളുകൾക്കൊക്കെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.